അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു വലിയ ചീനച്ചട്ടിയിൽ നമ്മൾ എണ്ണ ആദ്യം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളൊരു 3 സവാള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. സവാള ഒന്ന് നന്നായിട്ട് വഴാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. അങ്ങനെ സവാള നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 2 തക്കാളിയും 3 പച്ചമുളകും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് കുക്കാക്കി എടുക്കണം. എന്നിട്ട് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറി വരുമ്പോഴത്തേക്ക് ഒരു ബ്രൗണിഷ് ആകുമ്പോഴത്തേക്കും നമ്മൾ 3 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പിലയും. അത് കഴിഞ്ഞ് പൊടികൾ ആഡ് ചെയ്യാൻ തുടങ്ങി. ആദ്യം മുളക് പൊടി ഇട്ടു, അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ടു. മുളക് പൊടി ആവശ്യത്തിന് നിങ്ങൾക്ക് ഇട്ടാൽ മതി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിയുമ്പം മല്ലിപ്പൊടി കുറച്ച് ഇടുന്നുണ്ട്, പിന്നെ ഗരം മസാല ഇടുന്നുണ്ട്. ലാസ്റ്റാണ് ചിക്കൻ മസാല നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ പൊടികളൊക്കെ നല്ലപോലെ പച്ചമുളകൊക്കെ മാറി വന്ന് കഴിയുമ്പോഴത്തേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് കൂടുതൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ഈ കറിയിൽ നമ്മൾ 1 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ വേറെ ഐറ്റം കൂടെ ഇടുന്നുണ്ട്. എനിക്ക് മുളക് പൊടി തികയാഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ടായിരുന്നു കേട്ടോ. സാധാരണ 1 കിലോ ചിക്കൻ വയ്ക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന പൊടികളെക്കാൾ കൂടുതൽ കുറച്ചുകൂടി നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് പൊടികൾ ആഡ് ചെയ്യണം. അങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂംസാണ് എടുത്തേക്കുന്നത്. എനിക്ക് ചെറുതായിട്ടൊരു അബദ്ധം പറ്റി. ഞാൻ ഭയങ്കര ചെറുതായിട്ടാണ് അരിഞ്ഞത്. പക്ഷെ നിങ്ങൾ അരിയുമ്പം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അതിലേക്ക് അരിഞ്ഞിടണം. അപ്പം നമ്മളൊരു 300-400 ഗ്രാമോളം മഷ്റൂംസ് ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്തോട്ട്. നിങ്ങളിങ്ങനെ ചിക്കനും മഷ്റൂമും കൂടെ ഒന്നിച്ച് കുക്ക് ചെയ്ത് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുന്നവർക്ക് ഒരു വെറൈറ്റി ഒക്കെ വേണമെന്നുള്ളപ്പം ഇങ്ങനൊരു റെസിപ്പി ട്രൈ ചെയ്താൽ മതി. അത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ സംസാരിച്ചുകൊണ്ടാണ് ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. എനിക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ. അപ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് തീരുകയും ചെയ്യും. പിന്നെ നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചു. ആ സമയം കൊണ്ട് ഞാൻ സൈഡായിട്ട് വേറൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കാമെന്ന് ഓർത്തു. അതിനുവേണ്ടി ഞാൻ ഒരു ഏത്തപ്പഴം അരിഞ്ഞുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കും. നല്ലോണം അരിഞ്ഞു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ബീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഷുഗർ ആഡ് ചെയ്യണം. ഷുഗറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മളൊരു പാൻ എടുക്കണം. അതിനകത്തേക്ക് ഒരു 1-2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഈ നെയ്യൊന്ന് അത്യാവശ്യം ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം എണ്ണത്തേക്ക് ഇടണം. നല്ലോണം ഈ ഏത്തപ്പഴം അതിനകത്ത് കിടന്ന് വരണ്ട് മിക്സായി നമ്മൾ വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ മാറി നല്ലോണം ഒന്ന് കുഴഞ്ഞ് പരുവാവണം. അതുവരെ നമ്മളത് മിക്സ് ചെയ്യണം. നമ്മളതിനകത്തേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും അഡീഷണലി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ കിസ്മിസ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് ആഡ് ചെയ്തെന്നുള്ളൂ. അങ്ങനെ അതും നല്ലോണം പാകമാക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഏത്തപ്പഴം ഒന്ന് നല്ലോണം ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നല്ലോണം അതൊന്ന് ഉടഞ്ഞ് പരുവത്തിലാവുന്ന വരെ നമ്മളത് കുക്ക് ചെയ്യണം. അത് കഴിയുമ്പോൾ വേറെ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മളത് നല്ലോണം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേറൊരു തവയോ പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ചിട്ട് വേണം ബാക്കി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ അടിച്ച് വെച്ച മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് പാലൊഴിക്കാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ പിന്നീടാണ് പാലൊഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഓപ്ഷണലാണ്. ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടെ ഒരു നുള്ളിട്ട് കൊടുക്കാം. ഈ മുട്ടേൻ്റെ മണം പറ്റില്ലാത്തവർക്ക് അത് മാറാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാൽ മാത്രം മതി. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതൊന്നും. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡിയായി. ചിക്കനും മഷ്റൂമും വേറെ പല ഡിഷസ് ഉണ്ടെങ്കിലും ഇതൊരു വെറൈറ്റി സംഭവമാണ്. നമ്മൾ മഷ്റൂം തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നതിൽ എത്രയോ മടങ്ങ് ടേസ്റ്റാണ് ചിക്കനായിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.